ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. ഒരു ഡയപ്പറിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ അറിയുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് പാമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു. അപ്പോൾ അതന്നെ ഞാൻ വാങ്ങിച്ചു ബേബിക്ക്, അതിൻ്റെ പ്രീമിയം കെയർ. അപ്പോൾ അതിൽ പ്രീമിയം കെയർ ഉണ്ട് എന്നുള്ളതും പിന്നെ അഡ്വാൻസ് ഉണ്ട്, നോർമൽ ഉണ്ട് എന്നുള്ളതൊന്നും അതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷോപ്പിലത്തെ ആൾക്കാരാണ് പറഞ്ഞത് ഇങ്ങനെ പ്രീമിയം കെയർ ഉണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വാങ്ങിച്ചു തുടങ്ങി. ബേബിക്ക് ഒരു 3-2 days ഒക്കെ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഇത് വന്നു തുടങ്ങി, ഡൈപ്പർ റാഷസ് വന്നു തുടങ്ങി. റെഡ് കളറൊക്കെ ബേബിൻ്റെ അവിടെ വന്നു തുടങ്ങി. ഇപ്പം ഞാൻ വിചാരിച്ചു ഇത് ഈ ഒരു പാമ്പേഴ്സിൻ്റെ ഡ്രോബാക്ക് ആയിരിക്കും വിചാരിച്ചിട്ട്. ഓരോ ബോഡിക്കും ഓരോ സ്കിന്നാണല്ലോ ഉള്ളത്. അപ്പോൾ ബേബിക്ക് ഈ സ്കിന്നിന് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ വേറെ വാങ്ങിച്ചു. ബേബി ഹഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ പ്രീമിയം കെയറാണ് ഞാൻ യൂസ് ചെയ്തത്. കാരണം ന്യൂ ബോൺ ആണല്ലോ, സോഫ്റ്റിന് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു പ്രീമിയം കെയറാണ് വാങ്ങിച്ചത്. അപ്പോൾ ബേബിക്ക് അത് അടിപൊളിയായിരുന്നു, പക്കയായിരുന്നു. ബേബി റാഷസും ഡൈപ്പർ റാഷസും അതേപോലെ ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സോഫ്റ്റ് ആയിരുന്നു. എൻ്റെ ബേബിക്ക് അത് നല്ല സ്യൂട്ടായിരുന്നു. കാരണം ഓരോ ബേബീസും ഓരോ സ്കിന്നാണ് കേട്ടോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഇപ്പോൾ 1 year ഞാൻ അത് തന്നെ യൂസ് ചെയ്ത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിന് അത്യാവശ്യം നല്ല എമൗണ്ടാണ്. അപ്പം വിചാരിച്ചു ഒന്ന് മാറ്റി പിടിക്കുക, വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടോ, റേറ്റ് കുറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആമസോണിൽ തപ്പി. അങ്ങനെ തപ്പിയപ്പോൾ കിട്ടിയ ഒരു ബ്രാൻഡാണ് ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്. ഇതാണ് ആ ബ്രാൻഡ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ 62 pants ഉള്ള ഒരു ബ്രാൻഡാണ് ഞാൻ പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ പാൻസ് ആണ് കേട്ടോ, ടേപ്പ് അല്ല, പാൻസ് ആണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു പീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതിൻ്റെ 9 to 14 ആണ് kg ആണ് സൈസ് ഞാൻ വാങ്ങിച്ചത്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ. ബേബിക്ക് യൂസ് ചെയ്ത് ഇതുവരെ യാതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു എമൗണ്ടിന് നല്ല സോഫ്റ്റ് ഉണ്ട്. ഇതിനകത്തും നല്ല സോഫ്റ്റാണ്. ഹിപ്പിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റാണിത്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ ലീക്ക് കുറവാണ്. ഇതിൻ്റെ ജെല്ലും ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ ഓവർനൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 1-2 തവണ ലീക്കേജ് വന്നു. അത് മേ ബി നല്ല യൂറിൻ ഉണ്ടായതുകൊണ്ടായിരിക്കും ഇത് നല്ല ലീക്കേജ് വന്നിട്ടുണ്ടാവുക. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ന്യൂ ബോൺസിന് ഇത് പറ്റും തോന്നുന്നില്ല. കാരണം ന്യൂ ബോൺസിന് നല്ല യൂറിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 6 months ഒക്കെ കഴിഞ്ഞിട്ടുള്ള ബേബീസിന് അപ്പോൾ ഇവരെ യൂറിനൊക്കെ കുറയും. അപ്പോൾ ഇത് ഓവർനൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ബേബിക്ക് നല്ല യൂറിനുള്ള ദിവസം ഇത് ലീക്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂ ബോൺസിന് ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ 2-3 തവണ ഇതിനകത്തുള്ള ഈ ജെല്ലുണ്ടല്ലോ, ഇവിടെയുള്ള ഈ ജെല്ല് ഇതും ഇതിനകത്തുനിന്ന് പോന്നിട്ടുണ്ട്. അതും നല്ല യൂറിനുള്ള ദിവസം തന്നെ അത് പുറത്ത് പോന്നിട്ടുണ്ട്. ലീക്കേജ് ഉള്ള അതേ സമയം തന്നെ അതും പോരുന്നുണ്ട്. അതായത് അതിനകത്തുള്ള ജെല്ല് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഓൾമോസ്റ്റ് ഒരു 6 months ഒക്കെ കഴിഞ്ഞിട്ടുള്ള ബേബീസിനായിരിക്കും ഇത് റെക്കമെൻഡഡ്. അതുവരെയുള്ള ബേബീസിന് നല്ല യൂറിൻ ഉണ്ടാവും. ബേബീസിൻ്റെ സ്കിന്നും അത്ര മെച്ചുവേർഡ് ആയിരിക്കില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടത്, നമ്മളിത് യൂസ് ചെയ്തിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഓരോ ബേബീസിനും ഓരോ സ്കിന്നാണ്. ഓരോ ബേബീസിനും ഓരോ യൂറിൻ്റെ ഇതും അളവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം യൂറിന് നൈറ്റിൽ അത്ര യൂറിൻ ഇല്ലാത്ത കുട്ടികൾ, അതായത് ഫീഡിങ് കുറയുമല്ലോ നൈറ്റിൽ നമ്മളിത്. അപ്പോൾ ബേബിക്ക് സ്വാഭാവികമായിട്ടും യൂറിനും കുറയും. അങ്ങനത്തെ ബേബീസിന് ഇത് റെക്കമെൻഡഡ് ആണ്. നല്ല സോഫ്റ്റ് ഉണ്ട്. ഈ ഒരു പ്രൈസിന് നല്ല സോഫ്റ്റാണിത്. പിന്നെ ലീക്കേജും ഞാൻ പറഞ്ഞല്ലോ, ഓവറായിട്ട് യൂറിൻ ഉണ്ടെങ്കിലാണ് ലീക്കേജ് വരുന്നത്. ഞാനിത് ഇപ്പോഴും ബേബിക്ക് ഓവർനൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു നൈറ്റിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇത് ഡൈപ്പേഴ്സ് മാറ്റാറില്ല. ഞാൻ കിടത്തി കഴിഞ്ഞ് പിന്നെ മോർണിംഗ് ആണ് ഇത് ചേഞ്ച് ചെയ്യാറ്. പിന്നെ കൊണ്ടു ഈ ഒരു 6 months കഴിഞ്ഞിട്ടുള്ള ബേബീസിന് ഇത് ബെറ്റർ ഓപ്ഷനാണ്. എൻ്റെ പ്രൈസും നല്ലൊരു അഫോർഡബിൾ ആണ് നമ്മൾക്ക്. മറ്റേ ബ്രാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്പോസിബിൾ ആണ് എന്നുള്ളത് അല്ലാതെ നമ്മൾ റീയൂസ് ചെയ്യുന്ന ഡൈപ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഇത് നാപ്പീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് അഫോർഡബിൾ അല്ല. കാരണം നമുക്ക് ഇത് 1 time യൂസ് ഉള്ളൂ പറ്റുക. പക്ഷെ നമ്മൾ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സിൽ ഇത് അഫോർഡബിൾ ആണ് ഉള്ളൊരു പ്രൈസാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബേബീസിന് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയാം, എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതിന് ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ പ്രസൻറ്റ് ചെയ്യണതിലും എന്തെങ്കിലും ഡ്രോബാക്സും കാര്യങ്ങളും ഞാൻ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിലും എന്തെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിതിൽ കമൻറ്റ് ചെയ്തിട്ട് പറയാട്ടോ. എന്നാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഇതൊന്ന് ശരിയാക്കിയിട്ട് വേറെ കാര്യങ്ങളൊക്കെ പിടിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ശരി, താങ്ക് യു.